ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് കോസ്റ്റിംഗിന്റെ സെഷനാണ് നോക്കണം. കോസ്റ്റിംഗിന്റെ അകത്ത് സർവീസ് കോസ്റ്റിംഗ് ഡൗട്ടിന് സംബന്ധിച്ചിട്ടില്ല. നമുക്ക് നേരത്തെ വീഡിയോ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഞങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെയാണ് കൂടുതൽ വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ലൈക്ക് ഒക്കെ കുറയുമ്പോൾ ഷെയർസ് ഒക്കെ കുറയുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനും തോന്നില്ല. കാരണം നമുക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എന്താണ് തിരിച്ചു റിട്ടേൺ പ്രതീക്ഷിക്കില്ല. അപ്പം എന്ത് ചെയ്യാം, ജസ്റ്റ് ലൈക്ക് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 5 ഫ്രണ്ട്സിന് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. കോച്ചിങ്ങിന്റെ വീഡിയോ സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കുന്നവർക്ക് ഒരു ഉപകാരമാവുമല്ലോ. സോ മാക്സിമം നമ്മൾ സെറ്റിൽമെന്റ് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ സെക്കൻഡ് ഗ്രൂപ്പിലെ എല്ലാ സബ്ജക്റ്റും ഇടണം എന്നാണ് വിചാരിക്കുന്നത്. എം ഒഴിച്ച് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്താണ്, നമ്മൾ ഈ വീഡിയോ എടുക്കാനും ഗ്യാപ്പ് വരുന്നത് നമുക്ക് ഓക്കെ ടൈം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം എന്നൊരു ചിന്ത വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് നല്ലൊരു റിട്ടേൺ ഫീൽ കിട്ടും. നമുക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ലൈക്കോ അല്ലെങ്കിൽ ഷെയറോ ഒന്നും കിട്ടുന്നില്ല, സബ്സ്ക്രൈബോ അങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്കൊരു എന്താണ് ഒരു ഇത് കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതുപോലെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഫ്രണ്ട്സിന് 5 ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം കേട്ടോ. സർവീസ് കോസ്റ്റ് സർവീസ് കോസ്റ്റ് നമ്മുടെ ഇതിന്റെ അകത്ത് കൺസെപ്റ്റ് ആണ് പഠിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്, കാരണം കോസ്റ്റിംഗിന്റെ അകത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വരുന്നത് നല്ല ടൈം വരും. പിന്നെ നോക്കട്ടെ, നമുക്ക് ഇത് ഒത്തിരി മിനിറ്റ് വരുന്നില്ലെങ്കിൽ നമുക്ക് അനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഏകദേശം 2 മണിയല്ലേ. അപ്പൊ സർവീസ് കോസ്റ്റിംഗ്, വാട്ട് ഈസ് സർവീസ് കോസ്റ്റിംഗ്? സർവീസ് കോസ്റ്റിംഗ് എന്താണ്? സർവീസ് കോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മെത്തേഡാണ് കോസ്റ്റിംഗ് അല്ലെ. ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്? യൂസ്ഡ് ടു ascertain cost of providing service when service in general category image. Okay, അപ്പൊ ജനറൽ ആയിട്ടുള്ള സർവീസ്, ഓക്കെ, ജനറൽ ആയിട്ടുള്ള സർവീസിന് കോസ്റ്റ് അസെറ്റൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെത്തേഡാണ്. എന്തിനു വേണ്ടിയുള്ള മെത്തേഡ്? കോസ്റ്റ് അസെറ്റൻ ചെയ്യാൻ. എന്തിനാ? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്, എന്ത് സർവീസാ? ജനറൽ കാറ്റഗറിയിലുള്ള സർവീസിന് നമ്മൾ കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അതിന് അസെറ്റൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിമ്പിളി പറഞ്ഞ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഈസിയാണ്, കാരണം വലിയ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാനൊന്നുമില്ല. നിങ്ങളുടെ ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോസ്റ്റിംഗ് ആണ്. 5 to 10 മാർക്കിനുള്ള ഏരിയാസിനൊക്കെ ഇതിൽ നിന്നൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, സർവീസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത്. അപ്പം ഇതിന്റെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സർവീസിനുള്ള കോസ്റ്റ് എങ്ങനെ നമുക്ക് അഡ്യൂക്കേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് per unit of service, total cost divided by number of units of service. എത്ര യൂണിറ്റ് ഓഫ് സർവീസ് ആണോ മനസ്സിലായി ഡിവൈഡ് ചെയ്യുക. നമ്മൾ ന്യൂമറേറ്റർ എന്താണ്? ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് സർവീസിനെയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ മെയിൻലി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് അവർ ടോട്ടൽ കോസ്റ്റ്? എന്താണ് ടോട്ടൽ കോസ്റ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്? നമുക്ക് തന്നേക്കുന്ന സംഭവത്തിൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്താണ് നമുക്ക് ഡീറ്റെയിൽ കുറച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ആ ചോദ്യത്തിന്റെ ടോട്ടൽ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അതുപോലെ അതിന്റെ യൂണിറ്റ് എന്താണ് മനസ്സിലാക്കുക. മൂന്നാമത്തെ എന്ന് പറയുന്ന how many units of service provided? എത്ര യൂണിറ്റ് ഓഫ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്പെല്ലിംഗ് നോക്കണ്ട കേട്ടോ. അപ്പൊ how many unit of service provided, എത്ര യൂണിറ്റ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിച്ചാൽ പിന്നെ അതിൽ നമുക്ക് എന്ത് ചോദ്യം വന്നാലും എന്ത് ചെയ്യാൻ പറ്റും ഒരു ക്വസ്റ്റ്യന് വേണ്ടി കേട്ടോ. അപ്പൊ നമുക്കറിയാം ഈ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് സർവീസ് കോസ്റ്റിന് അതുവരെ കോമ്പോസിറ്റ് യൂണിറ്റ് ആയിരിക്കും. എന്തായിരിക്കും? കോമ്പോസിറ്റ് യൂണിറ്റ് ആയിരിക്കും വരിക.
കോമ്പോസിറ്റ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹോട്ടലിന്റെ ഒക്കെ കേസിലാക്കി റൂം ഡേ ആയിരിക്കും. ഒരു റൂമിന് ഒരു ദിവസത്തേക്കുള്ള വാടകയാണ് നമ്മൾ പറയാം അല്ലെ. അപ്പം ഹോട്ടലിന്റെ കേസിൽ റെസ്റ്റോറന്റിന്റെ കേസിലൊക്കെ അങ്ങനെയാണ് നമുക്ക് വരിക. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ നോക്കാം. ഹൗ മെനി യൂണിറ്റ് ഓഫ് സർവീസ് പ്രൊവൈഡ്. ഇവിടെ നമ്മൾ നോക്കുക എന്താണ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എത്ര സർവീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എഫക്റ്റീവ് സർവീസ് ഉള്ളു. നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള സർവീസ് മാത്രമേ നമ്മളിവിടെ കണക്കിലെടുക്കുകയുള്ളൂ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. നമുക്ക് ഒരു കാറ്റഗറിയിൽ മുകളിൽ സർവീസ് ഉണ്ടാവും. അപ്പം എന്താണ് മോർ ദാൻ വൺ കാറ്റഗറി സർവീസ് ഉണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിരിക്കും ഇക്വിവാലന്റ് സർവീസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത്. ഇക്വിവാലന്റ് സർവീസ് എന്ന് പറയുന്നത് എന്ത് റേഷ്യോയിലായിരിക്കും? ഇൻ ദ റേഷ്യോ ഓഫ് റവന്യൂലായിരിക്കും. റവന്യൂവിന്റെ റേഷ്യോ പ്രകാരമായിരിക്കും ഇക്വിവാലന്റ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് നോക്കാം. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കബിലിറ്റി നോക്കാം അല്ലെ. ആപ്ലിക്കബിലിറ്റി എന്തൊക്കെയാണ് നമുക്കുള്ളത്? നമുക്ക് രണ്ട് ബോക്സ് വരയ്ക്കാം. ഓക്കെ, ഇനി രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. നമുക്ക് ചെയ്യാനൊക്കെ എളുപ്പത്തിനായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്കുള്ള ഇൻഡസ്ട്രി സെക്ടേഴ്സ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഇൻഡസ്ട്രി സെക്ടേഴ്സ് നോക്കാം. ഇൻഡസ്ട്രി അതിന്റെ കോസ്റ്റ് യൂണിറ്റ് രണ്ട് ബോക്സ്. ആദ്യം നമുക്ക് എന്ത് ട്രാൻസ്പോർട്ട് സർവീസ് അല്ലെ. ട്രാൻസ്പോർട്ട് സർവീസ് എന്തിന്റെയാണ്? ഓഫ് പാസഞ്ചേഴ്സ്. പാസഞ്ചേഴ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ വരുമ്പം അവിടെ എന്ത് യൂണിറ്റാ വരുന്നത്? പാസഞ്ചർ അല്ലേ. സോ പാസഞ്ചർ ഉണ്ടായിരിക്കും. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. അപ്പൊ അവരുടെ എന്താ കിലോമീറ്റർ അല്ലെങ്കിൽ മൈൽസ് ആയിരിക്കും വരിക. അപ്പൊ എന്താണ് വരിക? പാസഞ്ചർ കിലോമീറ്റർ അഥവാ പാസഞ്ചർ മൈൽസ്. ഇനിയായിരിക്കും അതിന്റെ യൂണിറ്റ് വരിക എന്ന് പറയുന്നത്. അടുത്ത ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ അല്ലേ. അപ്പൊ അടുത്ത ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എന്ത് വരും? ഗുഡ്സ്. ഗുഡ്സിന്റെ വരുമ്പോ നമുക്ക് എന്താ വരുന്നത്? ടെന്നിലല്ലേ വരുന്നത്? 10 കിലോമീറ്റർ ഓർ മൈൽസ്. മനസ്സിലായോ? ഇത്ര ടെൻസ് സാധനം ഇത്ര കിലോമീറ്റർ പോകുമ്പോ ഇപ്പൊ 10 ടെൻ സാധനം ഉണ്ട് 50 കിലോമീറ്റർ പോകണ്ട ഇത്തരത്തിന് ഇത്രയും രൂപയാകും എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, അതുപോലെ തന്നെ തരംതിരിച്ച കാര്യമാണ് എന്താ ഹോട്ടൽ എന്ന് പറയുന്നത്. ഹോട്ടലിൽ വരുമ്പോ നമുക്ക് എന്താ പറയുന്നത്? റൂം അല്ലെ. റൂമിന്റെ നമുക്കറിയാം നമ്മളൊരു ഹോട്ടൽ റൂം എടുക്കുവാണ്. നമ്മൾ ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ ഇതൊരു ഹോട്ടലാണ്. നമ്മൾ ഹോട്ടൽ റൂം എടുക്കുമ്പോൾ നമ്മളോട് പറയാണ് നമുക്ക് എന്താണ് കൊച്ചിയിലെ ഹോളിഡേ നോക്കാം. ഹോളിഡേ നോക്കുമ്പോൾ നമ്മുടെ അവിടെ ഒരു റൂം എന്ന് പറയും നമുക്കൊരു 2 or 3 പീപ്പിൾസിനുള്ള 2-3 ആളുകൾ പോകും. ഓക്കെ, 2-3 വ്യക്തികൾ പോകും. അവിടുത്തെ ഒരു ദിവസത്തെ റെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൺ ആൻ ആവറേജ് 6000 കൂട്ടാം. വേണ്ട 6000 കൂട്ടാം. വേണ്ട 5500 നോക്കാം. ഓക്കെ, 5500. ഓക്കെ, അതിന്റെ കൂടെ ഒരു 1000 റുപ്പീസും കൂടെ കൂട്ടി നമുക്ക് വേണമെങ്കിൽ എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആക്കി കിട്ടാൻ പറ്റും. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. ഓക്കെ, ബഫേ സംവിധാനമാണ്. ഓക്കെ, അപ്പൊ ഇത് വരുന്നത് ഇതിന്റെ ചാർജ് ഈടാക്കുന്നതിന് ഇതിന് ചാർജ് ഈടാക്കാൻ നമുക്ക് ഈ 5500 കൊടുത്ത് ഒരു മാസം നിൽക്കാൻ പറ്റുമോ? ഇല്ല. 21 ദിവസം നിൽക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റുള്ളൂ? 24 hours മാത്രം അല്ലെ. 24 മണിക്കൂർ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ ആണല്ലോ. ഈ 24 മണിക്കൂറത്തേക്ക് നമ്മൾ ഇത് കൊടുക്കണം. എത്ര റൂം കിട്ടും? നമുക്ക് അവിടുത്തെ ഏത് റൂമാണ് എടുക്കാൻ പറ്റും? ഇല്ല. നമുക്ക് അലോക്കേറ്റ് ചെയ്തേക്കണ ഒരു റൂമാണ് അല്ലെ. ഒരു റൂം എത്ര മണിക്കൂറത്തേക്കാണ്? 24 ദിവസത്തേക്ക് അല്ലെങ്കിൽ 1 ഡേക്ക്. ഓക്കെ, ചിലത് 12 hours ആണ്. നമുക്ക് ഇവിടെ 1 ഡേ എടുക്കാം നമ്മുടെ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഒരു ദിവസത്തേക്ക് ഒരു റൂം. അതിനാണ് എത്ര നമ്മൾ കൊടുത്തേക്കണേ? 6500 കൊടുത്തത് പ്ലസ് ആ ദിവസത്തെ മോഡലുകളുടെ എന്താണ് ഫുഡും കൂടി കൂട്ടി. നമുക്ക് ഫുഡിന് ആരും വേണ്ട. ഓക്കെ, 5000 വേണ്ട, 5500 മതി. അപ്പം ഫുഡില്ല. അപ്പം
ഒരു റൂമിന് ഒരു ദിവസം കൊടുക്കുന്ന റെന്റാണ് നമ്മൾ എത്ര 5500 എന്ന് പറയുന്നത്. അവിടെ അപ്പൊ എത്ര എടുത്തേക്കണേ? റൂം ഡേ ആണ് അല്ലെ? റൂം ഡേ ആണ് അവിടുത്തെ ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് പറയുന്നത്, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. അപ്പൊ ഇങ്ങനെ ഒന്നിനകം യൂണിറ്റ് വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ രണ്ട് ടേം ഉണ്ടാവും. കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്, പാസഞ്ചർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ഇത് രണ്ടോട് കമ്പൈൻ ചെയ്യുക, കോമ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പറയുന്നതാണ് കോമ്പോസിറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹോട്ടലിന്റെ കേസിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഹോസ്പിറ്റലിന്റെ കേസിൽ. ഓക്കെ, ഹോസ്പിറ്റലിന്റെ കേസിൽ എന്തായിരിക്കും പറഞ്ഞത്? നമുക്ക് ഹോസ്പിറ്റലിന്റെ കേസിൽ വരിക, പേഷ്യന്റ് പെർ ഡേ. ഒരു പേഷ്യന്റ് ഞങ്ങളുടെ ഒരു ബെഡേ കിടക്കുന്നതിന് ഒരു ദിവസത്തേക്കുള്ള റെന്റ് ആണ് എന്ത് പറയുന്നത്? ഒരു ദിവസത്തേക്കുള്ള റെന്റ് ആണ് 1000 rupees എന്ന് പറയുന്നത്. 10 ദിവസം കടന്നു കഴിഞ്ഞാൽ ഇൻറ്റു 10,000 rupees വരും. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ യൂണിറ്റ് പ്രധാന പഠിക്കുക. ടെസ്റ്റ് കുറെ യൂണിറ്റിന്റെ കാര്യം പറയാണ്ട് നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ട്രാൻസ്പോർട്ടേഷൻ പാസഞ്ചേഴ്സ്. നമുക്ക് ഓരോന്നും എടുത്ത് ആ ടോപ്പിക്ക് നമുക്ക് നോക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് പഠിക്കുക കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പം എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്? പാസഞ്ചേഴ്സിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ ഏരിയ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. അല്ല, ആദ്യം ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ പറയാം അല്ലെ? പാസഞ്ചർ കിലോമീറ്റർ നമുക്ക് വരുമ്പോൾ എത്ര ടണ്ണിലാണ് എത്ര എന്താണ് അല്ല സോറി എത്ര പാസഞ്ചറാണ് എത്ര ദിവസം പോകുന്നത്? ഇപ്പൊ നമുക്ക് ഇത് നമ്മുടെ വീടാണ്, ഇത് നമ്മുടെ വീട്. ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകണം? ഒരു മ്യൂസിയത്തിലേക്ക് പോകുന്നു. മ്യൂസിയം വേണ്ട, സിനിമ കാണാൻ പോകുന്നു. ഓക്കെ, സിനിമ കാണാൻ പോകുന്നു. ഒരു 50 കിലോമീറ്റർ ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, 50 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഒരു 2 ബസ് പോകുന്നുണ്ട്, 2 ബസ്സസ് പോകുന്നുണ്ട്. ഓക്കെ, 2 ബസ്സസ് പോകുന്നുണ്ട്. നമുക്ക് വീട്ടിൽ മൊത്തം മെമ്പേഴ്സ് ഉള്ളത് 120 മെമ്പേഴ്സ് ഉണ്ട്. എത്രയാണ്? 120 മെമ്പേഴ്സ് ഉണ്ട്. പണ്ടത്തെ വീടുകളാണ് അല്ലെ? കൂട്ടുകുടുംബം എന്ന് വിചാരിക്കാം. 120 മെമ്പേഴ്സ്. അല്ല, ഇതൊരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് ആയിട്ട് വിചാരിക്കാം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ തോന്നുന്നത് അത് വിചാരിക്കാം. അപ്പൊ 2 ബസ്സേ ഉള്ളൂ ഇങ്ങോട്ട്, ഈ ഒരു ഏരിയയിലോട്ട്. ഈ ഒരു ഏരിയയിലേക്ക് 2 ബസ്സേ ഉള്ളൂ. ഓക്കെ, ഒരു ബസ്സിൽ പോകാൻ പറ്റുന്ന മാക്സിമം ആളെന്ന് പറയുന്നത് 60 പേരാണ്. എത്രയാണ്? 60 പേർക്കാണ് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, 60 പേർക്കാണ് പോകാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരാൾക്ക് എത്ര രൂപയൊക്കെ വരും എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിന് പാസഞ്ചർ കിലോമീറ്റർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. നമുക്ക് എത്ര ബസ് ഉണ്ടെന്ന് നോക്കാം. നമ്പർ ഓഫ് ബസ്സസ്. ഓക്കെ, നമ്പർ ഓഫ് ബസ്സസ് ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് ആണ് നമുക്ക് കവർ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടത് എത്ര ട്രിപ്പ് നമുക്ക് പോകണം എന്ന് നമുക്ക് നോക്കണം. ഇൻറ്റു. ഓക്കെ, അതേപോലെ തന്നെ അങ്ങോട്ട് മാത്രം പറയുന്നത് തിരിച്ചും കൊണ്ടുപോയി വിടണോ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നോക്കുക എത്ര പേർക്ക് സീറ്റിംഗ് ചെയ്യാൻ പറ്റും, എത്ര പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്, സീറ്റിംഗ് കപ്പാസിറ്റി. ഓക്കെ, അതേപോലെ നമ്മൾ നോക്കണം അത് എത്ര പേര് ഇരുന്നു. ഓക്കെ, എത്ര പേര് ഇരുന്നു. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡേ ഇൻ മന്ത്, എത്ര ഒരു മാസത്തിൽ എത്ര തവണ അത് പോകും ഇൻ എ മന്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇതിൽ തന്നേക്കുന്ന ഡേറ്റാസ് മാത്രം നമ്മൾ കൊടുത്താൽ, ഇല്ലാത്ത ഡേറ്റാസ് കൊടുക്കണ്ട. ഇപ്പൊ നമ്മുടെ എക്സാമ്പിള് നമുക്ക് 2 ബസ്സസ് ആണ് ഉള്ളത്. 2 ബസ്സസ് ആണ് നമുക്ക് ഉള്ളത് ആണല്ലോ. നമുക്ക് അങ്ങോട്ടും പോകണം, തിരിച്ചും കൊണ്ടുവിടേണ്ടവരെ തിരിച്ചും കൊണ്ടുവിടണം. എപ്പോഴും ഫുള്ളി ഓക്യുപ്പൈഡ് ആയിട്ട് 60 പേരും പോകും. 120 പേരും സിനിമ കാണാൻ പോകും. ഓക്കെ, സിനിമ കാണാൻ വേണ്ടി 120 പേര് പോകും. അപ്പം ഒരു ദിവസത്തിൽ ഒരു ബസ്സിന് എത്ര ട്രിപ്പ് ഉണ്ടാവും? ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. രണ്ട് ട്രിപ്പാണ് ഒരു ബസ്സിനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എത്ര ബസ്സുണ്ട് നമുക്കുള്ളത് 2 ബസ്. ഓക്കെ, ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് ആണ് നമുക്ക് പോകേണ്ടത്? 50 കിലോമീറ്റർ ആണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഇതാണ് 50 കിലോമീറ്റർ ആണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഇൻറ്റു എത്ര ട്രിപ്പ് പോകണം? നമുക്ക് 2 ട്രിപ്പ് പോകണം. ഒരു ബസ്സിന് ആണ് എത്ര പോണേ? 2 ട്രിപ്പ്. അപ്പൊ 2 ബസ്സിന് വരുമ്പോൾ 4 ട്രിപ്പ് വരും അല്ലെ? 4 ട്രിപ്പ് ഇൻറ്റു സോറി 2 ട്രിപ്പ് ഇടുക. 2 വേ കൊടുക്കുന്നുണ്ടല്ലോ, 2 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. ഓക്കെ, ഇൻറ്റു സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്? 60. ഇൻറ്റു എത്രയാണ് യൂസ്ഡ് കപ്പാസിറ്റി? നമ്മൾ എത്ര യൂസ് ചെയ്യുന്നുണ്ട്? 60 യൂസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റു എത്ര ദിവസത്തേക്കാണ്? ഒരു ദിവസമേ ഉള്ളൂ. ഓക്കെ, ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു
വാല്യൂ കിട്ടും. ഇത് പക്ക ഒരു ക്വസ്റ്റൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് സോൾവ് ചെയ്യാൻ നിൽക്കില്ല, കാരണം കറക്റ്റ് ഒരു വാല്യൂ കിട്ടുമെന്ന് വരില്ല. ഓക്കെ, ഒരു ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്ത് നോക്കാൻ കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടെ, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാത്തിന്റെ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു നോക്കാം. ഇതാണ് ഞാൻ ഇതിന്റെ അകത്ത് പറഞ്ഞു തരാൻ വേണ്ടി ഉദ്ദേശിച്ച ഏരിയ. ഈ ഒരു ഇക്വേഷൻ പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പാസഞ്ചർ ഇൻറ്റു എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കിയാലും മതി. ബാക്കിയുള്ള കേസസ് ആണോ ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നോട്ടിന്റെ കാര്യം only recurring expense are considered. നമുക്ക് റിക്കറിംഗ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ ഫോർ ദ കോമ്പിനേഷൻ ഓഫ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിലേക്ക് കോമ്പിനേറ്റ് ചെയ്യുള്ളൂ. അത് മീൻ ചെയ്ത എന്താണ്? ദിസ് മീൻ any abnormal cost that is not recurring. No recurring should be ignored. Abnormal ആയിട്ട് കോസ്റ്റ് അഥവാ നമ്മൾ എന്താ പറയും, നോ റിക്കറിംഗ് ആയിട്ടുള്ളത് എന്ത് ചെയ്യും, നമ്മൾ കോസ്റ്റ് ഇഗ്നോർ ചെയ്യും. എവിടെ നിന്ന്? ടോട്ടൽ കോസ്റ്റ്. റിക്കറിംഗ് ആയിട്ടുള്ള കോസ്റ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് സാമ്പിൾ ആയിട്ടുള്ള എന്താണ്, സാമ്പിൾ ആയിട്ടുള്ള ഒരു എന്താണ് കോസ്റ്റ് ഷീറ്റ് നോക്കാം അല്ലെ. സാമ്പിൾ കോസ്റ്റ് ഷീറ്റ് ഫോർമാറ്റ്, സാമ്പിൾ കോസ്റ്റ് ഷീറ്റ് ഫോർമാറ്റ് ആണ് പറയുന്നത്. സാമ്പിൾ കോസ്റ്റ് ഷീറ്റ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ലൈൻ വരച്ചേക്കാം അല്ലെ. സാമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ എന്താ കാണുന്നത്, നമുക്ക് പർട്ടിക്കുലർ കോളം, ഇവിടെ എമൗണ്ട് കോളം. ഓക്കെ, നമുക്ക് ആദ്യം പറയാന്ന് പറയുന്നത് ഇവിടെ എന്താ പറഞ്ഞത്, സ്റ്റാൻഡിങ് ചാർജ്. സ്റ്റാൻഡിങ് ചാർജ് വരും. സ്റ്റാൻഡിങ് ചാർജ്, ഈ സ്റ്റാൻഡിങ് ചാർജ് നമുക്ക് എന്ത് പറയാം, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്തെന്ന് പറയുന്ന റണ്ണിങ് ചാർജസ് ആണ്. എന്താണ് റണ്ണിങ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും, അത് എഴുതുക. അടുത്തെന്ന് പറയുന്നത് മെയിൻ്റെനൻസ് കോസ്റ്റ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചാർജ്, അതെന്ന് പറയുന്നത് സെമി വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, സെമി വേരിയബിൾ കോസ്റ്റ് അത് എവിടെ എഴുതുക. അങ്ങനെ ചെയ്ത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇതിനാണ് സാമ്പിൾ കോസ്റ്റ് ഷീറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇതേ ഒരു ഫോർമാറ്റിൽ വേണം നമുക്ക് ഏതാണെന്ന് പറയാം. ഫിക്സഡ് കോസ്റ്റ് എഴുതുക, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, വേരിയബിൾ കോസ്റ്റ് എഴുതുക, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ്റെനൻസ് ചാർജ് കോസ്റ്റ് ഒക്കെ എഴുതുക. നമ്മുടെ കേസില് ട്രാൻസ്പോർട്ടേഷന്റെ കേസില്, ഗുഡ്സിന്റെ കേസ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് എന്ന് പറയുന്നത് എക്സാക്ട് 10 കിലോമീറ്റർ, കൃത്യമായിട്ട് ഉള്ള 10 കിലോമീറ്റർ. രണ്ട് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ആവറേജ് എടുക്കുന്ന നിർത്തിയിടാം. ഓക്കെ, 10 കിലോമീറ്റർ. ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ്, അബ്സല്യൂട്ട് ആയിരിക്കും, അബ്സല്യൂട്ട് ആയിട്ടുള്ള 10 കിലോമീറ്റർ ആയിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോഴോ കൊമേഴ്ഷ്യൽ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. എന്താണ് കൊമേഴ്ഷ്യൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ടൈം. ഓക്കെ, കൊമേഴ്ഷ്യൽ 10 കിലോമീറ്റർ ആയിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വേരിയസ് ആയിട്ടുള്ള, അപ്പം എന്താണ് വേരിയസ് ഡിസ്റ്റൻസ് ഇൻടു എന്താണ് റെസ്പെക്റ്റീവ് ലോഡ് ക്വാണ്ടിറ്റി, അഥവാ നമുക്ക് എന്ത് പറയാം, സമ്മേഷൻ ഓഫ് വെയിറ്റ് ഇൻടു ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, എത്രയാണ് ടോട്ടൽ ഉള്ളത്, ടോട്ടൽ ഡിസ്റ്റൻസ് ഒന്നിച്ച് അങ്ങ് ചെയ്യുന്നു ഇൻടു വെയിറ്റിന്റെ എത്ര
ഒക്കെയാണ് വെയിറ്റ് ഉള്ളത്. അതിന്റെ ടോട്ടൽ ആവറേജ് ആണ് ആവറേജ് വെയിറ്റ്. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു ഉദാഹരണത്തിന് ഇതൊരു ഏരിയ, ഇവിടെ ഒരു ഏരിയ, ഇവിടെ ഒരു ഏരിയ. ഇതിന് 50 കിലോമീറ്റർ, ഇതൊരു 100 കിലോമീറ്റർ, ഇതൊരു 20 കിലോമീറ്റർ എന്ന് വിചാരിക്കാം. അല്ല, ഇതൊരു 120 കിലോമീറ്റർ, 120 കിലോമീറ്റർ. അങ്ങോട്ട് പോകുമ്പോൾ ഒരു 30 ടെൻ കൊണ്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 300 ടെൻ കൊണ്ടാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു 150 ടെൻ ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 200 ടെൻ കൊണ്ടാണ് വരുന്നതെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ എടുക്കുക ടോട്ടൽ ഡിസ്റ്റൻസ്. എത്ര ടോട്ടൽ ഡിസ്റ്റൻസ്? 50, 100, 120. അപ്പം 150, 270 വരുന്നുണ്ട് അല്ലെ? അപ്പം എന്താണ് 270 ഇൻറ്റു 10 നോക്കുക. 10 എത്രയാ? 300, 150, 200 ആണല്ലോ. അപ്പൊ 500, 650 ഡിവൈഡ് ബൈ 3. ഓക്കെ, ആവറേജ് അല്ലയാണല്ലോ. ഇത് ചെയ്യുന്നതാണ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? 50 ഇൻറ്റു 300 ടെൻ പ്ലസ് 150 ഇൻറ്റു 100 ടെൻ. അല്ല, 150 ടെൻ ഇൻറ്റു ഇതാണ് കിലോമീറ്റർ. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, പ്ലസ് അടുത്ത 200 ടെൻ ഇൻറ്റു 120 കിലോമീറ്റർ. ഇത് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ വരിക. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് എടുത്തേക്കണേ. ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 650 ഡിവൈഡ് ബൈ 3. നമുക്കൊരു 217 ടെൻ ഇതാണ് ഓരോ ട്രിപ്പിനും പോകേണ്ടത്. ആണ്, നമുക്ക് ഓരോ ട്രിപ്പ് 217 വെച്ചാണ്. അല്ല, ഇവിടെ 300, 150, ഇവിടെ 200. സോ ആവറേജ് കണക്കാണ് എടുത്തേക്കണം. ഓക്കെ, ഇതൊരു കൊമേഴ്ഷ്യൽ ട്രെയിൻ. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് 10 കിലോമീറ്റർ. ഇവിടെ നമ്മൾ എന്താണ്? സ്റ്റാർട്ട് 10 കിലോമീറ്റർ ആയിരിക്കും എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഹോസ്പിറ്റൽ, ഹോട്ടലാണ് അല്ലെ ഇത്. ഹോട്ടലിന്റെ കേസിൽ എങ്ങനെയാ വരിക? നമ്മറിയാം റൂം ഡേ ആണ് നമുക്ക് എടുക്കുന്ന കാൽക്കുലേഷൻ. അറിയാം അതെങ്ങനെ എടുക്കും? നമ്പർ ഓഫ് റൂം, എത്ര റൂമാണ് എടുത്തേക്കണം, ഇൻറ്റു എത്ര റൂം അതിൽ ഒക്യുപ്പൈഡ് ആയിട്ടുണ്ട് അല്ലെ, ഒക്യുപ്പൻസി ആയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ്, ഇൻറ്റു എത്ര ദിവസത്തേക്കാണ്, നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, നമ്പർ ഓഫ് റൂം ഇൻറ്റു ഒക്യുപ്പൈഡ് പെർസെന്റേജ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, ഇതാണ് ഹോട്ടലിന്റെ കേസ് വരിക. ഹോസ്പിറ്റലിന്റെ കേസിലോ? ഹോസ്പിറ്റലിന്റെ കേസ് വരിക, നമ്മൾ പറഞ്ഞു പേഷ്യന്റ് ഡേ ആണെന്ന് പറഞ്ഞു അല്ലെ. പേഷ്യന്റ് ഡേ വരുമ്പോൾ എത്ര ബെഡാണ് പോയത്, നമ്പർ ഓഫ് ബെഡ് ഇൻറ്റു ഇവിടെ ഒക്യുപ്പൻസി പെർസെന്റേജ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വേറെ ക്വസ്റ്റ്യൻസ്, ടോൾ, ഇതൊക്കെ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ ചെയ്യാം. നമുക്ക് ടോൾ റോഡ്സ്, അതുപോലെ തന്നെ സ്കൂൾസിന്റെ കേസ്, പവർ ഹൗസിന്റെ കേസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഇത് നോക്കിയാൽ ഇത്ര കാര്യങ്ങളാണ് ഇക്വേഷൻ വെച്ച് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, ഇത്ര കാര്യം പറയുമ്പോൾ എന്താണ്? സർവീസ് കോസ്റ്റിംഗ് ഏരിയ പഠിച്ചു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. നമുക്ക് ഇതിലെങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം? സർവീസ് കോസ്റ്റിംഗിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാവേ. നമുക്ക് സർവീസ് കോസ്റ്റിംഗിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. സർവീസ് കോസ്റ്റിംഗ് ക്വസ്റ്റ്യൻ മറ്റേ RTPയിലുള്ളതാണ്, 2027 കേട്ടോ. അപ്പോൾ സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് മന്തിലേക്കാണോ ഇയറിലേക്കാണോ എന്ന് നോക്കണം. എന്തിനകത്തനുസരിച്ച് വേണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ. ഓക്കെ, ഞാൻ എടുക്കുക മന്തിലേക്കായിരിക്കും. കാരണം മന്തിലേക്ക് എടുക്കുന്ന ആൾ നമുക്ക് കുറച്ച്, പിന്നെ നമ്മൾ നോക്കേണ്ട തന്നകൻ ക്വസ്റ്റ്യൻ ഡേറ്റ എന്താണ്, കൂടുതൽ ഇയറിലേക്കാണോ മന്തിലേക്കാണോ എന്നൊന്നും നമ്മൾ നോക്കണം. ഓക്കെ, ഇതിലെ തുടക്കത്തെ ഈ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കുന്നില്ല. നമുക്കറിയാം 2 വണ്ടിയുണ്ട്, ഇതിൽ ഏത് വണ്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നായിരിക്കും ചോദ്യമാണ് അല്ലെ. ഇതിൽ കോമൺ ആയിട്ട് ഇതെന്താണ്, എത്ര കിലോമീറ്റർ മാസത്തിൽ പോകുന്നതാണ് പറഞ്ഞേക്കണേ ആണല്ലോ. 1500 കിലോമീറ്റർ പോകുന്ന നമുക്കായിട്ട് വെക്കാം. ഇപ്പൊ എനിക്ക് 1500 കിലോമീറ്റർ പോകണം. ഓക്കെ, ആവറേജ് നമുക്ക് പോകണ്ട. ഡ്രൈവറിന്റെ സാധനം നമ്മൾ ഒരു മാസം എത്ര കൊടുക്കും? 20,000 കൊടുക്കും. വ്യാരേജ് റെന്റും ഒരു മാസം 400. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു കാറിന് കൊടുക്കുന്നത് എത്രയാ? 1500 ഒരു മാസത്തേക്ക്. സോ ഇവിടെ തന്നേക്കുന്ന ഡേറ്റ് എല്ലാം മന്ത്ലി ആണ്. സോ ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഡേറ്റ് എന്തിലോട്ട് ആക്കണം? മന്തിലോട്ട് ആക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞേക്കണേ നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഫോർ കൺസിഡർ 2 ഓപ്ഷൻ
Operating the cab service operating ആണ്. Calculate the operating cost of the vehicle per month per car for the both. അപ്പം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഒരു വണ്ടിയുടെ. അത് എന്താണ് ഒരു മാസത്തേക്കാണ് ഇവരും പറഞ്ഞേക്കണം. ഓക്കെ, അപ്പൊ നമുക്കൊരു മാസത്തേക്കാണ്. ഇതിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് ഡയറക്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ മന്തിലേക്ക് ചെയ്യുന്നില്ല, നമുക്ക് വർഷത്തേക്ക് എടുത്ത് ചെയ്യാം. ബട്ട് അത് ചെയ്യുന്നിട്ട് പിന്നെ നമ്മൾ മന്തിലോട്ട് ആക്കണ്ടേ. അപ്പൊ ഡയറക്റ്റ് മന്തിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ചെയ്തു വരാൻ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇതിന്റെ പക്ക ഫോർമാറ്റ് ഉള്ളത് ഇതിന്റെ അകത്ത് ആൻസർ. നമുക്ക് ഇത് ആൻസർ നമുക്ക് എല്ലാത്തിനും ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്ക് ഇതിലോട്ട് ആ ഒരു ക്വസ്റ്റ്യൻ എത്തിക്കാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. ക്വസ്റ്റ്യൻ കിട്ടും. നമുക്ക് ആദ്യമേ കോസ്റ്റ് ഷീറ്റ് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യമേ നമുക്ക് ആ ഡേറ്റാസ് ഒന്ന് നോട്ട് ചെയ്താൽ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഒന്ന് എഴുതാം. ഓക്കെ, പ്രോപ്പറായിട്ട് എഴുതുമ്പോൾ നമുക്ക് കാർ പർച്ചേസ് ചെയ്തേക്കണം. നമുക്ക് ആദ്യമേ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ ചെയ്യാം. എന്താണ് കുറച്ച് കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ, കുറച്ച് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ നോക്കാം. നമുക്ക് ഏതൊക്കെ വണ്ടീസ് ആണോ ഉള്ളത്? നമുക്കുള്ളത് ഒന്ന് CNG വണ്ടിയും പിന്നെയുള്ളത് EV വണ്ടിയാണല്ലോ. ആണ്. ഓക്കെ, CNG വണ്ടിയുടെ നമുക്ക് നോക്കാം പർച്ചേസ് കോസ്റ്റ് എത്രയാണ്. ഓക്കെ, പർച്ചേസ് കോസ്റ്റ് ഇവിടെ എഴുതാം. ഇവിടെ നമുക്ക് പർച്ചേസ് കോസ്റ്റ് എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് ഉണ്ടാവും ഇതിൽ സാവേജ് വാല്യൂ ഉണ്ടോ നോക്കാം. സാവേജ് വാല്യൂ. ഓക്കെ, സാവേജ് വാല്യൂ എഴുതുക. എത്ര ലൈഫ് എത്രയാ നോക്കാം. ലൈഫ്, ഇതിന്റെ ലൈഫ് എത്രയാണ്. ഓക്കെ, ഇത്ര കാര്യമാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമുക്ക് നോക്കാം CNG വാല്യൂ നോക്കാം. നമുക്ക് കാർ പർച്ചേസ് ചെയ്യണം 9,20,000 രൂപയ്ക്കാണ്. അപ്പൊ സോ പർച്ചേസ് പ്രൈസ് വരിക 9,20,000 ആണ്. ഓക്കെ, നമുക്ക് EV വെഹിക്കിൾ വരുമ്പോഴോ നമുക്ക് 15,20,000 രൂപയ്ക്കാണ് EV വെഹിക്കിൾ പർച്ചേസ് ചെയ്യണം. 15,20,000. ബട്ട് നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനില്ല. നോക്കിയേ, നമുക്ക് ഗവൺമെന്റ് സബ്സിഡി കിട്ടിയിട്ടില്ലേ? എത്ര ഗവൺമെന്റ് സബ്സിഡി കിട്ടിയിട്ടില്ല ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ കാണാമായിരുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്കിവിടെ ഗവൺമെന്റ് സബ്സിഡി കിട്ടിയിട്ടില്ല. എത്ര? 1,50,000 ആണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് 1,50,000 സബ്സിഡി കുറയ്ക്കണ്ടേ? 1.5 ലാഖിനിടാം കുറയ്ക്കാനുള്ള. അപ്പം 15,20,000 നിന്ന് 1,50,000 നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15,20,000 1,50,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 13,70,000 രൂപയാണ് വരുന്നത്. അത്രയാ
13,20,000 രൂപയാണ് ടോട്ടൽ പർച്ചേസ് കോസ്റ്റ് പറഞ്ഞാൽ. ഇതിന്റെ സാവേജ് വാല്യൂ നമുക്കിവിടെ എത്രയാണ്? സാവേജ് വാല്യൂ വരിക റെസിഡന്റ് വാല്യൂ എത്രയാണ്? 1,70,20,000 ആണ് വരിക അല്ലെ? അപ്പൊ 1,70,70,000 1,70,70,000 നമുക്ക് എന്താണ് CNG വണ്ടിക്ക് വരിക 95,000 ആണല്ലോ. സോ ഇവിടെ സാവേജ് വരിക എത്ര? 95,000. ഓക്കെ, ഇവിടെ ലൈഫ് ഓഫ് ടൈം എന്ന് പറയുന്നത് 10 വർഷമാണ് വരുന്നത് അല്ലെ? ലൈഫ് പ്ലാൻ വരുന്നത് 10 വർഷവും ഇവിടെ വരുന്നത് 15 വർഷമാണ്. സോ ഇവിടുത്തെ ലൈഫ് പ്ലാൻ എന്ന് പറയുന്നത് എത്രയാണ്? 15 അല്ലെ? 15 ഇയേഴ്സിലേക്കാണ്. അപ്പൊ നമുക്ക് ഡിപ്രിസിയേഷൻ കാണാനുള്ള ഫോർമുല എന്താ? ഡിപ്രിസിയേഷൻ കാണാൻ വേണ്ടി ഡിപ്രിസിയേഷൻ ഈക്വൽ ടു പർച്ചേസ് കോസ്റ്റ് മൈനസ് സാവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് അല്ലേ? ആണല്ലോ. ഓക്കെ, ഇപ്പൊ ഇവിടെ വരിക എന്ന് പറയുമ്പോൾ 9,20,000 നിന്ന് 95,000 കുറച്ച് അത് ഡിവൈഡ് ബൈ 15 ചെയ്ത് ഓക്കെ, അത് ഡിവൈഡ് ബൈ 15 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 55,000 എന്ന് കിട്ടും അല്ലെ? 55,000 എന്ന് കിട്ടും. ഈ 55,000 എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്കുള്ളതാണ്. നമുക്ക് വേണ്ട എത്രയാ? ഒരു മന്തിലേക്കുള്ളത്. സോ ഡിവൈഡ് ബൈ 12. അപ്പൊ നമുക്ക് എത്ര കിട്ടും വാല്യൂ? നമുക്ക് ഒരു പോയിന്റാണ് കാണാൻ വരിക. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 4,583 എന്നാകും. ഓക്കെ, അപ്പം ഇതിന് ഡിപ്രിസിയേഷൻ വാല്യൂ ഈ വണ്ടിക്ക് വരിക എന്ന് പറയുന്നത് 4,583 ആണ്. ആണല്ലോ? ആണ്. സോ ഇപ്പോഴത്തെ ഈ വണ്ടിക്കോ പർച്ചേസ് കോസ്റ്റ് എത്ര വന്നേ? 13,70,70,000 അല്ലേ? 20,000 അല്ലെ? 13,70,000 സോറി 70,000 അല്ലെ? മൈനസ് 1,70,70,000 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് 1,20,000 ആണ് അല്ലെ? 1,20,000. ഓക്കെ, 1,20,000 അത് ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര? ഇതെന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണല്ലോ. സോ ഡിവൈഡ് ബൈ 12 നമുക്ക് എത്ര കിട്ടും? 10,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിപ്രിസിയേഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 10,000. ഓക്കെ, 10,000. ഓക്കെ, ഇവിടെ ഇത് കിട്ടി. ഇത്ര കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി നമുക്കിവിടെ അടുത്ത് ചെയ്യാനുള്ള കണക്കെന്ന് പറയുന്ന നമുക്ക് മൈലേജിന്റെ കാര്യമുണ്ട് അല്ലെ? നമുക്കറിയാം ഈ വണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതാവേ. ഈ CNG വെഹിക്കിൾ എന്ന് പറയുന്നത് നമുക്ക് 1 കിലോമീറ്റർ അല്ല 1 ലിറ്ററിൽ നമ്മൾ എത്ര കിലോമീറ്റർ പോകും? 20 കിലോമീറ്റർ പോകും അല്ലെ? CNG. അപ്പം 1 kgക്ക് എത്ര? 60 രൂപയാണ് വരിക. ഓക്കെ, ഈ 1 kgക്ക് 60 കിലോമീറ്റർ എത്ര കിലോമീറ്റർ പോകുന്നത്? 20 കിലോമീറ്റർ ആണ് പോകുന്നത്. ആണല്ലോ? 20 കിലോമീറ്റർ ആണ് പോകുന്നത്. നമുക്ക് പോകേണ്ട എത്രയാണ്? 1,500 കിലോമീറ്റർ ആണ് നമുക്ക് 1,500 കിലോമീറ്റർ ആണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, 1,500 കിലോമീറ്റർ ആണ് നമുക്ക് പോകേണ്ടത്. ഈ 1,500 കിലോമീറ്റർ പോകുമ്പോ ഓക്കെ, ഈ 1,500 കിലോമീറ്റർ എത്ര രൂപയാകും നമുക്ക് നോക്കണം അല്ലെ? അത് നോക്കാൻ വേണ്ടി ഓക്കെ, ഈ 1,500 കിലോമീറ്ററിന് നമ്മൾ എന്താണ് 60 രൂപ വെച്ചാണ് 1 കിലോയ്ക്ക് പോകുന്നത്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എത്ര വരും? 1,500 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 20 നമുക്ക് എത്ര വരും? 4,500 എന്ന് പറയും. എത്ര? 4,500. അപ്പൊ ഈ 4,500 ആണ് എന്ത്? കോസ്റ്റ് ഓഫ് CNG വരിക ഈ 1,500 കിലോമീറ്റർ പോകാൻ വേണ്ടി. മനസ്സിലായോ? അപ്പം 4,500 എന്താണ്? ഈ CNG കോസ്റ്റ് ആണല്ലോ. ആണ്. അടുത്ത EVയുടെ വെഹിക്കിളിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത് മാനിക്കുവാണേ. ഇവിടെ ഇപ്പം CNG കോസ്റ്റ് വരിക എത്രയാ? 4,500 ആണേ. കണ്ടുപിടിച്ചു. EVയുടെ കേസ് വരുമ്പോൾ ഒരു യൂണിറ്റിന് നമ്മൾ എത്ര കിലോമീറ്റർ പോകും? ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ.
നമുക്ക് ഇലക്ട്രിസിറ്റി ഫുൾ ചാർജ് ആവാൻ വേണ്ടി നമുക്ക് ഒരു ചാർജിൽ നമ്മൾ 240 കിലോമീറ്റർ പോകും. നമുക്ക് പോകേണ്ടത് 1500 കിലോമീറ്റർ ആണല്ലോ. ഈ 250 കിലോമീറ്റർ പോകാൻ വേണ്ടി നമുക്ക് എത്രയാവും? 30 ഇൻറ്റു 7.60. ഈ 7.60 വെച്ചാൽ പവറിന്റെ കോസ്റ്റ് ആണ്. ഒരു കോസ്റ്റ് ഇത്ര ഇതാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് പറഞ്ഞത് ഫുൾ ചാർജ് ആണല്ലോ. സോ 30 ഇൻറ്റു 7.60 എന്ന് പറയുമ്പോൾ എത്രയാ? 228 കിട്ടും. നമുക്ക് ഇവിടുത്തെ വാല്യൂ അറിയാൻ വേണ്ടി, കോസ്റ്റ് അറിയാൻ വേണ്ടി കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 1500 ഇൻറ്റു 228 ഡിവൈഡ് ബൈ 240 എന്ന് കിട്ടും. ഓക്കെ, 1500 ഇൻറ്റു 228 ഡിവൈഡ് ബൈ 240 എത്ര കിട്ടും? നമുക്ക് 1425 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ EVയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 1425 ആണല്ലോ. നമുക്ക് അത്ര കാര്യങ്ങൾ കിട്ടി. ഇനി അടുത്തിവിടെ കണക്ക് വരിക, നിങ്ങൾക്ക് ഡൗട്ട് വരിക എന്ന് പറയുന്നത്, കറക്റ്റ് ഫോർമാറ്റിൽ എഴുതിയേക്കുന്ന കാര്യം കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായ എളുപ്പത്തിലാണ് ഇങ്ങനെ പറഞ്ഞു തന്നെ. നമുക്കിവിടെ ഉണ്ടാകുന്ന ആനുവൽ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് ഈ പറഞ്ഞേക്കണേ ആണല്ലോ. ഇതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നില്ല. ഡിവൈഡ് ബൈ 12 ഏതാണ്? ഇവിടെ ഡിവൈഡ് ബൈ 12 ആ വാല്യൂ മാത്രം കുറച്ചാൽ മതി. ഇവിടെ ഇൻഷുറൻസ് കോസ്റ്റും വന്നേക്കണ ആനുവൽ ആണ്. സോ ഡിവൈഡ് ബൈ 12 ഏതാ? നിങ്ങൾക്ക് എത്ര കിട്ടും? മന്ത്ലി ഉള്ള കിട്ടും. ഓക്കെ, അടുത്ത വരെ ടയർ റീപ്ലേസ്മെന്റ്. ഇവിടെ ആൾക്കാർക്ക് ഡൗട്ട് വരും, ടയർ റീപ്ലേസ്മെന്റ്. നമുക്ക് ആദ്യമേ CNGയുടെ കാര്യം നോക്കാം. CNG നോക്കുമ്പോൾ നമ്മൾ മൊത്തം ലൈഫ് എന്ന് പറഞ്ഞാൽ 15 ആണല്ലോ. സോ ഒരു പോയിന്റ് വരാം 15. നമുക്ക് അതിന്റെ ഇടയ്ക്ക് 5 വീതം തിരിക്കാം. ഓക്കെ, ഇങ്ങനെ തിരിക്കാം. അപ്പം ഇത് 5 വർഷം, പിന്നെ 10, ഇവിടെ 15. അപ്പൊ CNG വണ്ടിക്കുള്ള ലൈഫ് നമുക്ക് ഓരോ 5 വർഷം കൂടുമ്പോൾ നമുക്ക് മാറണം ടയർ അല്ലേ. അപ്പൊ എത്ര വരും? 16,000 വരുവേ. അപ്പൊ ഈ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ ഇവിടെ നമുക്ക് 16,000 രൂപ മുടക്കണമല്ലോ. മുടക്കി പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്യണം? ആ 16,000 മുടക്കണം. പിന്നെ വന്ന ഈ 16,000 ഇവിടെ മുടക്കണം വേണ്ട. കാരണം എന്താ? 5 വർഷം ഇതിന് ലൈഫ് ഉള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ടയർ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇവിടെ ടയറിന്റെ കോസ്റ്റ് വരിക എന്ന് പറയുന്നത് 16,000 ഇൻറ്റു 2 വേണം. അപ്പം 32,000 രൂപയാണ് വരിക. ഓക്കെ, 32,000 രൂപയാണ് വരിക ടോട്ടൽ കോസ്റ്റ് ഈ 15 വർഷത്തേക്ക് ആണല്ലോ. അത് ഡിവൈഡ് ബൈ 15 ചെയ്യുക. നമുക്ക് ഒരു വർഷത്തേക്ക് കിട്ടും. എത്രയാ? 32,000 ഡിവൈഡ് ബൈ 15 ചെയ്യുമ്പോൾ നമുക്ക് 2133.33 റൗണ്ട് ഓഫ് ചെയ്യാം. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ചെയ്യാൻ എളുപ്പത്തിന് റൗണ്ട് ഓഫ് ചെയ്യുന്നു. 0.33 ഇതാക്കും. ഇത് ഡിവൈഡ് ബൈ 12 ചെയ്യാം. കാരണം എന്താ? ഇത് ഒരു വർഷത്തെയാ, നമുക്ക് വേണ്ട ഒരു മാസത്തെയാ. സോ ഡിവൈഡ് ബൈ 12 അന്നേരം എത്ര കിട്ടും? നമുക്ക് 128 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഒരു മാസം നമുക്ക് ടയർ എക്സ്പെൻസ് എത്ര വരണേ? 178 രൂപയാണ്. അപ്പൊ അതും കോസ്റ്റ് കുറയ്ക്കണം, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കണം. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? CNGയുടെ കാര്യം നോക്കാം. ഓക്കെ, ENG EV കാറിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം ഇതിന് എത്ര വർഷം? 10 വർഷമാണ് പറക്കുള്ളൂ. 5 വർഷത്തിലാണ് മാറ്റേണ്ടത്. ഈ 5 വർഷത്തിൽ മാറ്റുമ്പോൾ എത്രയാണ് കോസ്റ്റ്? 16,000 ആണ്. പിന്നെ അടുത്ത വർഷം മാറ്റണം വേണ്ട. എന്താ? 10 വർഷമുള്ള ലൈഫ് ഉള്ളൂ, അതിന് യൂസ് ഉണ്ടോ? ഇല്ല. സോ 16,000 രൂപ വരും. ഈ 16,000 രൂപ എന്ന് പറഞ്ഞാൽ 10 വർഷത്തേക്കാണല്ലോ. ഡിവൈഡ് ബൈ 10 അപ്പം 1600 കിട്ടും. അത് ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 133 പോയിന്റ് സംതിങ് വരും. 133 കിട്ടുന്നു. ഓക്കെ, ഇത്ര രൂപയാണല്ലോ വരുന്നത്. സോ ഇതാണ് ഇതിന്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇനി അടുത്ത വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ബാറ്ററി മാറ്റി വരുന്നത്. ഓക്കെ, ബാറ്ററിയുടെ റീപ്ലേസ്മെന്റ്. നമുക്ക് CNG നോക്കാം. ആദ്യമേ CNG നമുക്കറിയാം ഓരോ 8 വർഷത്തിലാണ് വണ്ടി മാറ്റുന്നത് അല്ലെ. അപ്പം നമുക്കുള്ളത് 15 വർഷമല്ലേ ഉള്ളത് മൊത്തത്തില്, 5, 10. ഓക്കെ, ഈ 8 വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാറ്ററി ഒന്ന് മാറണം. 12,000 രൂപ ചെലവ് വരും. പിന്നെ 8 എന്ന് പറയുമ്പോൾ 16ാമത്തെ വർഷം യൂസ് ഉണ്ടാവും ഇല്ല. സോ ഒരു നേരം മാറ്റിയാൽ പോലെ മതി. ഇനി അടുത്ത EV വെഹിക്കിൾ കൂടി ഒന്നിച്ചോ. EV കാറിന് നമുക്ക് 10 വർഷമാണല്ലോ ലൈഫ് ഉള്ളത്. 8 വർഷത്തിൽ നമുക്ക് ബാറ്ററി മാറ്റണ്ടേ? അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ. സോ അന്നേരം നമുക്ക് 5,40,000 ആവും. ഈ 5,40,000 എത്ര വർഷത്തേക്കാ? 10 വർഷത്തേക്കാ. പിന്നെ വേണ്ടോ? വേണ്ട. സോ അത് ഡിവൈഡ് ബൈ 10 ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ഡിവൈഡ് ബൈ 12 മന്ത്ലി കിട്ടും.
അതേപോലെ തന്നെ ഇവിടെ 12,000 ഡിവൈഡ് ബൈ 15 ഡിവൈഡ് ബൈ അത്രത്തിൽ കിട്ടുന്ന ആൻസർ ഡിവൈഡ് ബൈ 12 നമുക്ക് മന്തിൽ കിട്ടും. ഓക്കെ, അങ്ങനെ ഫുൾ കാര്യം കിട്ടും. പിന്നെ തന്നേക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഈ തന്നേക്കുന്ന ഈ വാല്യൂസ് എന്ന് പറയുന്നത് മന്ത്ലി ആണല്ലോ ഓട്ടോമാറ്റിക് തന്നേക്കണേ ആണ്. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ, ഇതിലിട്ട ആൻസറിലേക്ക് തന്നെ പോട്ടെ കേട്ടോ. ഒമ്പതാമത്തെ കേസ് ഇതാണ് തന്നെ. അതിന്റെ തുക വരുന്നത് നമ്മൾ പഠിച്ചു ഡിപ്രിസിയേഷന്റെ കാൽക്കുലേഷൻ അല്ലെ? ഡിപ്രിസിയേഷന്റെ കാൽക്കുലേഷൻ പഠിച്ചു. അതേ രീതി എന്നോട് ചെയ്തേക്കണം പറ്റും. കാറിന്റെ പർച്ചേസ് എത്രയാ? 9,20,000 15,00,000. അതിന് സബ്സിഡീസ് ഉണ്ടെങ്കിൽ കുറച്ചിട്ടുള്ള വാല്യൂ എഴുതി. അതിൽ നിന്ന് എന്ത് ചെയ്യാം? സാവേജ് വാല്യൂ അത് റെസിസ് വാല്യൂ കുറച്ചു. അപ്പൊ നമുക്ക് ഡിപ്രിസിയേഷൻ ആയിട്ടുള്ള വാല്യൂ കിട്ടി. അത് എത്ര വർഷത്തേക്കാണ് നോക്കി. ഓക്കെ, അത് ചെയ്ത് വാല്യൂ കിട്ടിയ നമുക്ക് 4,553 പോയിന്റ് സംതിങ് 0.33 റൗണ്ട് ഓഫ് ചെയ്തെടുത്തു. ഓക്കെ, ഇവിടെ 10,000 കിട്ടി. നമുക്ക് കിട്ടിയേ സെയിം രീതിയാണല്ലോ കിട്ടിയത്. സോറി. അടുത്ത ഫ്യൂവൽ ഇലക്ട്രിസിറ്റി കോസ്റ്റ് നമ്മൾ ചെയ്ത രീതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ രീതിയാണ് കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഇങ്ങനെ ബോക്സ് വരച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ നല്ലത്, കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് കിട്ടിയത് എത്രയാ? CNG-ക്ക് 4,500 മറ്റേ EV-ക്ക് 14,200 1,425 കിട്ടിയതാ. ഡൗട്ട് ഉണ്ടോ? നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വാല്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ വാല്യൂ ചെയ്ത് വെച്ചേ? EV-യുടെ കോസ്റ്റ് 1,525 അല്ലേ? സെയിം വാല്യൂ അല്ലേ കിട്ടിയത്? ആണ്. ഇത് മറ്റടുത്ത് കോസ്റ്റ് എത്രയാ? 4,400 അല്ലേ? സോ അതേ കോസ്റ്റ് ഞാൻ വന്നേക്കാം. ഇനി ഇപ്പഴത്തേക്ക് മറക്കുന്നില്ല നമുക്ക്. അപ്പൊ ഇത് കറക്റ്റ് ആണല്ലോ, ചെയ്യാതെ കണ്ടുപിടിച്ചു. അടുത്ത ടയറിന്റെ റീപ്ലേസ്മെന്റ് നമുക്ക് ഒന്ന് 177.78 റൗണ്ട് ഓഫ് ചെയ്ത് 177.78 എന്നുള്ള റൗണ്ട് ഓഫ് ചെയ്ത് 178 എന്നാക്കാം. ഓക്കെ, ഇവിടെ 133.33 റൗണ്ട് ഓഫ് ചെയ്ത് 133 ആക്കി. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ ആ വാല്യൂസ് നമുക്ക് കിട്ടിയ സെയിം വാല്യൂ ആണ് കിട്ടിയത്. കറക്റ്റ് ആണ്. ബാറ്ററി റീപ്ലേസ്മെന്റ് നമുക്ക് ആ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 66 4,500 കിട്ടും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ നമ്മൾ പറഞ്ഞ വെച്ചാൽ കറക്റ്റ് ആയിരിക്കും കിട്ടുക. എന്നിട്ട് പിന്നെ എല്ലാ വാല്യൂസും നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതിലെ എല്ലാ വാല്യൂസും ഇട്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഉത്തരത്തിലോട്ട് എത്തിക്കണം. ഈ കിട്ടുന്ന വാല്യൂ തന്നെയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, എടുത്തു തന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. മാസത്തിൽ നമുക്ക് തന്നേക്കുന്ന കാര്യം പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ആനുവൽ ഇൻഷുറൻസ് കോസ്റ്റ് ഒക്കെ ചെയ്തേക്കുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നേക്കുന്ന മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ അത് മെത്തേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം ഉത്തരം കിട്ടും. അപ്പൊ ഇത്രയാണ് എന്താണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിൽ കൂടെ മാത്രമേ സർവീസ് കോസ്റ്റ് നമുക്ക് ഭയങ്കര എക്സ്പെർട്ട് ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കും. കൺസെപ്റ്റ് കുറച്ച് കാര്യങ്ങളുള്ളൂ. പിന്നെ ഈ ചോദ്യത്തിനാണ് ഒരു 15 മിനിറ്റ് ഒക്കെ വന്നേക്കണം. നമുക്കൊരു 13 മിനിറ്റ് 14 മിനിറ്റ് ചെയ്യാവുന്ന ചോദ്യമാണ്. കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ് കുറച്ച് സമയമാണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു 5 പേർക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലിലെ ഓഡിറ്റിങ്, കോസ്റ്റിങ്, അക്കൗണ്ടിങ് ഒക്കെ വീഡിയോ ഉണ്ട്. ജനുവരിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന്റെയും വരാൻ്റെയാണ് കേട്ടോ. സെപ്റ്റംബറിലേക്ക് നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പും ജനുവരിയിലേക്ക് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ സിനിമയുടെ ക്ലാസ്സസും കുറച്ച് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും കമന്റ്സും ഷെയർ ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ക്ലാസ്സിന്റെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.